നമസ്തേ. അസ്തിത്വത്തിന്റെ സമുദ്രത്തിന് അപ്പുറത്തുള്ളതിന് പ്രണാമം. ഭൗതികമാനം, നമ്മുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള അസ്തിത്വം നിലകൊള്ളുന്ന ഒരു അവസ്ഥ, നമ്മുടെ സ്ഥൂല ശരീരം നിലകൊള്ളുന്നത് ഈ പറയുന്ന ഭൗതികമാനത്തിലാണ് എന്നുള്ളത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ഥൂല ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ഭൗതികമാനത്തിനെ കുറിച്ചും അതിന് തൊട്ടുവരുന്ന അസ്ട്രൽ മാനത്തിനെ കുറിച്ചും കഴിഞ്ഞ 2 വീഡിയോകളിൽ വളരെയധികം വിശദീകരിച്ചിരുന്നു. ഭൗതികമാനം, അതിന്റെ ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഇഥറിക് പ്ലെയിൻ, അതിനുശേഷം വരുന്ന അസ്ട്രൽ പ്ലെയിൻ, അസ്ട്രൽ പ്ലെയിനിൽ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്ന സമയത്ത് മെന്റൽ പ്ലെയിനിനെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചിലതിൻ്റെയൊക്കെ ഉള്ളിലുള്ള സബ് പ്ലെയിനുകളെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കാരണമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ കോസൽ പ്ലെയിനിലേക്കാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണിത്. മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ മറികടന്ന് പോകുന്ന സമയത്താണ് നമ്മൾ അസ്ട്രൽ മാനത്തിലേക്ക് എത്തുന്നത്. അസ്ട്രൽ മാനത്തിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അസ്ട്രൽ ബീയിങ്സ് ഓർ അസ്ട്രൽ എൻറ്റിറ്റീസ് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അസ്ട്രൽ മാനത്തിൽ നിന്ന് തന്നെ റീഇൻകാർണേഷനിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റൽ പ്ലെയിനിലേക്ക് ആക്സസ് ലഭിച്ചതിന് ശേഷം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കോസൽ പ്ലെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും റീഇൻകാർണേഷൻ അല്ലെങ്കിൽ റീബർത്തിലൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇത് ഒന്നും അവസാനമല്ല. ഈ കോസൽ പ്ലെയിനിന് മറ്റു പ്ലെയിനുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകളാണുള്ളത്. വളരെ ഫാസിനേറ്റിങ്ങും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും ഇതിനു മുൻപ് ഫിസിക്കൽ പ്ലെയിനിനെ കുറിച്ചും അസ്ട്രൽ പ്ലെയിനിനെ കുറിച്ചും മെന്റൽ പ്ലെയിനിനെ കുറിച്ചും വിശദീകരിച്ചിട്ടുള്ള വീഡിയോകൾ കാണാത്ത ആളുകൾ അത് കണ്ടിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ജന്മാന്തരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുൻപ് ചില ആളുകൾക്ക് എൻ്റെ വീഡിയോയിൽ പറയുന്ന പരമാവധി കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും ഇതൊക്കെ മുൻപേ അറിയാമായിരുന്നു, ഇത് പറയുന്ന സമയത്ത് അവരുടെ ഒരു മെമ്മറി പുതുക്കിയതുപോലെ, അല്ലെങ്കിൽ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്നു. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മുൻപുള്ള ഈ പ്ലെയിനിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പെർസീവ് ചെയ്യാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും മറ്റു പല കാര്യങ്ങളിലും ഒരുപക്ഷെ നമ്മൾ പിന്നിലാണെങ്കിലും ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജന്മാന്തരങ്ങളിലൂടെ നിങ്ങളുടെ കാരണ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ കാർമിക് ഇംപ്രഷൻസിൽ നിന്നും, വാസനകളിൽ നിന്നുമൊക്കെ ആയിരിക്കാം ഈ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമായി ലഭിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും കാരണ ശരീരത്തിനെ കുറിച്ച് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അതിനുശേഷം വരുന്നതാണ് കാരണ ശരീരം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം തുടങ്ങി പല രീതിയിലുള്ള പഞ്ചകോശങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണ ശരീരത്തിലേക്ക്, കോസൽ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ ഓരോ ശരീരങ്ങളും ഓരോ ചക്രങ്ങളും, നമ്മളുടെ ഓറ, നമ്മുടെ ഈ പറയുന്ന എനർജി ബോഡി എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളായിട്ട് പല രീതിയിൽ ഇന്റർ കണക്ട് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. ആ ഒരു നിലയ്ക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ കാരണ ശരീരവും കാരണമാനവും രണ്ടും മനസ്സിലാക്കണം. ഞാനിവിടെ പറയുന്നത് കാരണ ശരീരത്തെ കുറിച്ച് മാത്രമല്ല, കാരണമാനം അഥവാ കോസൽ പ്ലെയിനിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ കാരണ ശരീരത്തിൻ്റെതായിട്ടുള്ള കുറെ പ്രത്യേകതകൾ ഈ കാരണമാനത്തിൽ അല്ലെങ്കിൽ കോസൽ പ്ലെയിനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണ ശരീരത്തിലെ പ്രധാനപ്പെട്ട 2 കണ്ടന്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്കാരം അല്ലെങ്കിൽ കാർമിക് ഇംപ്രഷൻ എന്ന് പറയുന്ന സംഗതിയും, അതുപോലെ തന്നെ ടെൻഡൻസീസ് അല്ലെങ്കിൽ വാസനകളുമാണ്. അപ്പൊ അത് മുൻപുള്ള ജന്മങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ട് ഈ കാരണ ശരീരം എന്ന് പറയുന്നത്. കാരണം കാരണ ശരീരമാണ് ഈ സോൾ അല്ലെങ്കിൽ ആത്മാവിന്റെ വാഹനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ സ്ഥൂല ശരീരം നശിച്ച് അവൻ അതിൽ നിന്ന് അസ്ട്രൽ ബോഡിയായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത്, അഥവാ സബ്റ്റിൽ ബോഡിയായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത്, അവന് ഇഥറിക് പ്ലെയിനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അധികം നേരം നിലകൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അസ്ട്രൽ പ്ലെയിനിൽ പല കാരണങ്ങൾ കൊണ്ട് പലരും ഷോർട്ടായിട്ടോ ലോങ് ആയിട്ടോ പല സമയങ്ങളിൽ, പല കാലങ്ങളിൽ അവിടെ നിൽക്കേണ്ടതായിട്ടും റീഇൻകാർണേഷൻ ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള എലമെന്റ്സ് വരുന്ന സമയത്ത് നരകം പോലുള്ള കൺസെപ്റ്റുകളൊക്കെ ഈ പറയുന്ന അസ്ട്രൽ മാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ചിന്തകർ പറയുന്നത് ഈ അസ്ട്രൽ മാനത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരങ്ങളും ഞാനെന്നുള്ള ഭാവവും വേദനയും എല്ലാം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഈ അസ്ട്രൽ ലെവലിൽ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സൂക്ഷ്മതലത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സൂക്ഷ്മതലം രൂപപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന സ്ഥൂലതലം രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ എസൻസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സബ്റ്റിലായിട്ടുള്ള ഇംപ്രഷൻ ആണ് നമുക്ക് അസ്ട്രൽ തലത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ അസ്ട്രൽ തലമാണ് മറ്റ് ഹയർ സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമ്മളുടെ ഈ പേഴ്സണൽ ഐഡന്റിറ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ മെന്റൽ തലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതും. കാരണം അവിടെ നമ്മൾ അസെൻഡഡ് മാസ്റ്റേഴ്സ് ഉള്ളതായിട്ടും മഹാത്മാസ് ഉള്ളതായിട്ടും പ്രഗത്ഭരുള്ളതായിട്ടും മറ്റു രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹയർ ലെവൽ ഏഞ്ചൽസ്, സ്പിരിച്വൽ ബീയിങ്സ് ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന കോസൽ തലം ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ കോസൽ തലത്തിനും ഈ പറയുന്ന പല സപ്ലൈൻസ് ഉണ്ട്. അതിലും ഈ സ്വർഗീയമായ അവസ്ഥയുടെ താഴ്ന്ന തലവും ഉയർന്ന തലവും ഉണ്ട്. മുൻപ് ഞാൻ ഹിരണ്യ ലോകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്ട്രൽ തലത്തിലാണ് ഹിരണ്യ ലോകം അല്ലെങ്കിൽ ഒരു ഇല്ലൂമിനേറ്റഡ് പ്ലാനറ്റിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലാണ് ഈ പ്ലെയിൻസിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള മനസ്സിലാക്കുക. ഒന്ന്, ഒരു മനുഷ്യൻ നോർമലി മരിക്കുന്ന സമയത്ത് അയാളുടെ ആത്മാവ് യാത്ര ചെയ്യുന്നതായിട്ടുള്ള വിവിധ തലങ്ങളാണ്. അസ്തിത്വം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള അസ്തിത്വം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിസിക്കൽ പ്ലെയിനിലുള്ള ഭൗതിക മാനത്തിലുള്ള നമ്മുടെ ഈ ഒരു അസ്തിത്വം ഉണ്ടല്ലോ, അപ്പൊ അതിന് നമുക്ക് ശരീരത്തിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിനെ നമുക്ക് പെർസീവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ ചെറിയൊരു ശതമാനത്തിനെ നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫിസിക്കൽ മാനത്തിൽ, ഫിസിക്കൽ ഡയമെൻഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ മാനത്തിൽ നിന്ന് നമ്മൾ ധ്യാനത്തിലൂടെയും മന്ത്രത്തിലൂടെയും ലൂസിഡ് ഡ്രീമിങ്ങിലൂടെയും അല്ലെങ്കിൽ സാധാരണ സ്വപ്നങ്ങളിലൂടെയും ഉറക്കത്തിലൂടെയും ഒക്കെ അസ്ട്രൽ പ്ലെയിനിലേക്ക് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ചില സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നു, ചില സമയത്ത് തിരിച്ചറിയുന്നില്ല. ബിയോണ്ട് ദ ബിയോണ്ട്, അസ്തിത്വത്തിനപ്പുറത്തുള്ളത് എന്ന് പറയുന്ന സമയത്ത് ബിയോണ്ട് ദ ബിയോണ്ട് ആണ്, അപ്പുറത്തുള്ളതിന്റെ അപ്പുറത്ത് എന്ന്. നമ്മൾ സാധാരണ രീതിയിൽ മെറ്റാഫിസിക്സ്, പാരാസൈക്കോളജി എന്നൊക്കെയുള്ള വാക്കുകൾ പറയാറുണ്ട്. മെറ്റ അല്ലെങ്കിൽ പാര എന്ന് പറയുമ്പോൾ ബിയോണ്ട്, അല്ലെങ്കിൽ കൊഗ്നീഷൻ അബൌട്ട് കൊഗ്നീഷൻ, മെറ്റാ കൊഗ്നീഷൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് അതിൻ്റെയും അപ്പുറത്തുള്ള ഒരു തലം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഭൗതികമാനത്തിന് ഒരുപാട് അപ്പുറത്താണ്. ഭൗതികമാനം അല്ലെങ്കിൽ ഈ ഫിസിക്കൽ പ്ലെയിനിലായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ സ്ഥൂല ശരീരത്തിനെ കുറിച്ചും നമ്മുടെ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചും ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ധാരണ എന്ന് പറയുന്നത് ഭൗതികമാനം അല്ലെങ്കിൽ റിയാലിറ്റിയുടെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ശതമാനം മാത്രമാണ് യാഥാർത്ഥ്യത്തിന്റെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണിനാണെങ്കിൽ പോലും സാധാരണഗതിയിൽ അൾട്രാ വയലറ്റിനും ഇൻഫ്രാറെഡിനും അപ്പുറത്തേക്ക് ആക്സസ് ഇല്ല എന്നുള്ളതാണ്. ചെവിക്കാണെങ്കിലും ഒരു ഓഡിബിൾ സ്പെക്ട്രം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരു ടാക്ടൈൽ സെൻസേഷൻ, ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റിനുമായിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വളരെ കുറഞ്ഞ ഒരു അംശത്തിനെ നമ്മൾ ഈ ജന്മത്തിൽ പെർസീവ് ചെയ്തെടുക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ത്വരയുണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ദാഹം നമുക്കുണ്ട്. സത്യത്തിനെ നമ്മൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അസംഷൻസ് ആണ്, ഇതൊക്കെ ചിന്തകളാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടേണ്ടതായിട്ടുള്ള ചിന്തകളാണ്. നമുക്ക് നമ്മുടെ പ്രാചീന ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരത്തിലൂടെയും ബുദ്ധിസ്റ്റ് ട്രഡീഷൻസിലൂടെയും അല്ലെങ്കിൽ തിയോസഫിയുടെ റലത്തിൽ കൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഭൗതിക മാനത്തിന്റെ ഒരു പോസിബിലിറ്റി തന്നെ നമ്മുടെ പെർസെപ്ഷന് ബിയോണ്ട് ആണ് എന്നുള്ളതാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥൂല ശരീരത്തിന്റെ ലിമിറ്റേഷൻസിൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ നാം എന്നുള്ള ആ ഒരു അവസ്ഥ കഴിയുന്നുണ്ടോ എന്ന് പോലും കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഭൗതികമാനത്തിൽ നമ്മളായിരിക്കുന്നു, സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന സെൻസേഷൻസ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന സമയത്ത് ചില ആളുകളിൽ അത് മരണശേഷമായിരിക്കും സംഭവിക്കുന്നത്. പിന്നീട് അത് ഇതറിക് പ്ലെയിനിൽ ടെമ്പററി ആയിട്ട് കുറച്ചു സമയം നിലകൊണ്ടതിന് ശേഷം മുൻപ് വിവരിച്ചിട്ടുണ്ടായിരുന്ന അസ്ട്രൽ തലത്തിലേക്ക് മാറുകയാണ്.
അപ്പൊ ഈ അസ്ട്രൽ എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ കഴിയുന്ന ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് അവരുടെ ജീവിതകാലം കഴിയുന്ന സമയത്ത്, അതിനുശേഷം സ്വാഭാവികമായിട്ട് മരണപ്പെടുന്ന സമയത്ത് ഇവരുടെ ആത്മാവ് ഉയർന്ന തലങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോകളിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര മരണത്തിലൂടെയും അല്ലാതെയും, ഇപ്പൊ ഋഷിവര്യന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമാധിയിലൂടെ, ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ കർമ്മത്തിന്റെ പീക്ക് പോയിന്റ്സിലൂടെ, ഇനി അതല്ലെങ്കിൽ സ്പിരിച്വൽ സീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ, ചിലപ്പോൾ അത് ഡ്രീമിങ്ങോ ലൂസിഡ് ഡ്രീമിങ്ങോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വഴിയോ ഒക്കെ ആയിട്ട്, ഇതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. വളരെ കാലത്തെ ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഈ അസ്ട്രൽ തലങ്ങളിലേക്ക് ആക്സസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഈ ആക്സസിനെ ദുരുപയോഗം ചെയ്യുന്ന സമയത്താണ് ബ്ലാക്ക് മാജിക് പോലുള്ള കൺസെപ്റ്റുകളിലേക്കൊക്കെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അത് വൈറ്റ് മാജിക് ആയിട്ട് മാറുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ഈ ഭൗതിക തലത്തിൽ ചെയ്യുന്നുവോ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ, നമ്മുടെ അറിവോടും ബോധത്തോടും കൂടിയും അല്ലാതെയും നമുക്ക് ഈ പറയുന്ന അസ്ട്രൽ തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഈ ബോധത്തോടും അറിവോടെയും അല്ലാത്ത ഒരു വഴി എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതകാലം കഴിയുന്ന സമയത്ത്, സ്വാഭാവിക മരണം നടക്കുന്ന സമയത്ത് ആത്മാവ് അസ്ട്രതലത്തിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് ചിലർ അല്പവും കൂടി സ്പിരിച്വൽ എവല്യൂഷനിലും മുന്നിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ എവല്യൂഷൻ കുറച്ചും കൂടി ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഈ അസ്ട്രതലത്തിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് റീഇൻകാർണേഷനിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ കർമ്മം കുറച്ചും കൂടെ ഹയർ ആൻഡ് ബെറ്റർ ആണെങ്കിൽ അവർ നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന മെന്റൽ തലത്തിലേക്ക്, അല്ലെങ്കിൽ മാനസിക തലത്തിലേക്ക് ആണ് പോകുന്നത്. അപ്പൊ ജ്യോതിഷ തലത്തിൽ നിന്നും മാനസിക തലത്തിലേക്കുള്ള ഉയർച്ച, അസെൻഷൻ പ്രാപിച്ചിട്ടുള്ള മഹാത്മാസിനെ കുറിച്ചിട്ടൊക്കെ മുൻപുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അസ്ട്രൽ തലത്തിലെ ഇൻഹാബിറ്റൻസ്, ഏഞ്ചൽസ്, ഡീമൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള സ്പിരിച്വൽ ബീയിങ്സ് അതിലുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ ശരീരത്തിന് ശേഷം മാനസിക തലത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്യുവർ ആയിട്ടുള്ള ഹയർ ലെവൽ ഏഞ്ചൽസ്, അസെൻഡഡ് മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നിർവികൽപ സമാധിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സ്, ഗുരുക്കന്മാര്, പ്രഗത്ഭരായിട്ടുള്ള അവരുടെ ശിഷ്യന്മാര്, അങ്ങനെ സംശുദ്ധതയാണ്, പോസിറ്റിവിറ്റി മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡ്യുവാലിറ്റി ഇല്ല, ഒരു നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന ജ്യോതിഷമാനം, അസ്ട്രൽ മാനം കഴിഞ്ഞിട്ട് ഈ മാനസിക തലത്തിലേക്ക് കയറുന്ന സമയത്ത് ഇല്ല എന്നുള്ളതും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിലും പക്ഷെ ഒരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ തലത്തിൽ നിന്നാണ് എല്ലാവിധ അറിവുകളും അബ്സ്ട്രാക്ട് നോളജും ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഭൗതിക തലത്തിൽ നിന്നും, ജ്യോതിഷ തലത്തിൽ നിന്നും, മാനസിക തലത്തിൽ നിന്നും നമ്മൾ ആത്മീയ ഉയർച്ചയിലൂടെ അസെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആത്മീയ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത്, നമ്മൾ സ്പിരിച്വലി ഇവോൾവ് ആയിക്കൊണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് കോസൽ പ്ലെയിൻ, അല്ലെങ്കിൽ കാരണതലം എന്ന് പറയുന്നത്. മുൻപ് സ്ഥൂല ശരീരത്തെക്കുറിച്ചും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും കാരണ ശരീരത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഒരു പക്ഷേ ചിലരുടെ എങ്കിലും ചിന്ത കാരണ ശരീരം എന്നുള്ള വാക്കിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. കാരണം അസ്ട്രൽ ബോഡി ഉണ്ട്, അതുപോലെ തന്നെ കാരണ ശരീരവും ഉണ്ട്. ഈ പറയുന്ന തലങ്ങൾക്ക് കറസ്പോണ്ടിങ് ആണ് ഈ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, നമ്മൾ ഈ ഓരോ പ്ലെയിൻസും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളതും, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുളച്ചു കയറുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ ടൈം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതിനൊന്നും വലിയ വിലയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വില ഫിസിക്കൽ ഡയമെൻഷനിലാണുള്ളത്, ഭൗതിക മാനത്തിലാണുള്ളത്. അത് കഴിഞ്ഞ് അസ്ട്രൽ മാനത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ വില കുറച്ചു കുറയും. വീണ്ടും അനദർ ജ്യോതിഷ തലത്തിൽ നിന്ന് വീണ്ടും ഉയർന്ന് മാനസിക തലത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ കുറയും. പിന്നെ വീണ്ടും ഈ പറയുന്ന കോസൽ തലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വില അശേഷം ഇല്ലാണ്ടാകുകയാണ്. അതായത് ടൈം, സ്പേസ്, പാസ്റ്റ്, ഫ്യൂച്ചർ തുടങ്ങിയ കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു വാല്യൂ ഇല്ല. ഇറ്റ് ഈസ് എ റെലം ബിയോണ്ട് സ്പേസ് എന്നുള്ളതാണ്, ടൈം എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ റൂമി പ്രവാചകന്റെ ഒരു, അല്ലെങ്കിൽ ഡയോജനീസിന്റെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും അപ്പുറത്തുള്ള ഒരു തലത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ബ്ലിസ്ഡ്, എൻലൈറ്റൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രകാശപൂരിതമായിട്ടുള്ള, അനുഗ്രഹീതമായിട്ടുള്ള ഈ പറയുന്ന
സമാധാനത്തിന്റെ അങ്ങേയറ്റത്തുള്ള സമാധിയായിരിക്കുന്ന അവസ്ഥ തന്നെയാണ് കോസൽ പ്ലെയിനിൽ അല്ലെങ്കിൽ കാരണതലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അതായത് ഭൗതികമായിട്ടുള്ള ശരീരം ഭൗതിക ലോകത്ത് നിലകൊള്ളുകയും അത് നശിക്കുന്ന സമയത്ത് നമ്മൾ ഇതറിക് പ്ലെയിനിലേക്ക് കയറുകയാണ്. ഇതറിക് പ്ലെയിനിൽ വളരെ ടെമ്പററി ആയിട്ട് കുറച്ചു സമയം നിലകൊണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മളുടെ ഇതറിക് ബോഡി വീക്ക് ആയി തുടങ്ങും. അത് നശിക്കുന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന എനർജി ബോഡി അസ്ട്രൽ ബോഡി പ്യുവർ ആയിട്ട് തന്നെ അസ്ട്രൽ തലത്തിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ഈ അസ്ട്രൽ തലത്തിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ റീഇൻകാർണേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ മുകളിലേക്ക് പോവാം. നമുക്ക് മുകളിലേക്ക് പോകുന്ന കേസ് എടുക്കാം. അപ്പോൾ ഈ അസ്ട്രൽ തലത്തിൽ നിൽക്കുന്ന അസ്ട്രൽ ബോഡി വീക്ക് ആകുന്ന സമയത്ത് പതിയെ എങ്ങോട്ടേക്ക് പ്രവേശിക്കുകയാണ്? ഈ പറയുന്ന മാനസിക തലം അല്ലെങ്കിൽ മെന്റൽ പ്ലെയിനിലേക്ക് കയറുകയാണ്. അവിടെയാണ് നമ്മുടെ ഹയർ ലെവൽ ഏഞ്ചൽസ്, മഹാത്മാസ്, ഗുരുക്കന്മാര് ഉള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിൽ നിന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയാനായിട്ടില്ല, ഈ പറയുന്ന നമ്മുടെ കാരണ ശരീരമായി മാറുകയാണ്. അതായത് ജ്യോതിഷ തലത്തിലും മാനസിക തലത്തിലും ഒക്കെ നമുക്കൊരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കാരണ തലത്തിലേക്ക് കോസൽ പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കാരണ ശരീരവും സോളും മാത്രമാണ് അവിടെ ഉള്ളൂ. അപ്പൊ തന്നെ അവിടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ മാറി എന്നുള്ളതാണ്. പേഴ്സണൽ ഐഡന്റിഫിക്കേഷന് പകരം അവിടെ കർമ്മമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞു ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ പറയുന്ന മെന്റൽ പ്ലെയിനിലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെയൊക്കെ സബ്റ്റിലായിട്ടുള്ള ഓരോ തലം കഴിയുമ്പോഴും ശുദ്ധീകരിക്കപ്പെട്ട് വരികയാണ്. അപ്പം അത്രയും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളുടെ എസൻസ് മാത്രമാണ്, പ്യുവറസ്റ്റ് ഓഫ് പ്യുവറസ്റ്റ് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കാരണതലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കാരണ ശരീരം ക്യാരി ചെയ്യുന്നത് ആത്മൻ, സോള്, അതുപോലെ തന്നെ ജന്മജന്മാന്തരങ്ങളിലൂടെ നേടിയിട്ടുള്ള സംസ്കാരങ്ങളും വാസനകളുമാണ്. ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാക്കളെ ഒരു വേറൊരു തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഈ വാക്കത്ര ആക്യുറേറ്റ് അല്ല എന്നാലും പറയുകയാണ്, ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കാരണ ശരീരത്തിലാണ് എല്ലാ ആത്മാക്കളും കുടികൊള്ളുന്നത്. പുതിയ ആത്മാക്കൾ ജന്മം കൊള്ളുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിന്റെ വിത്തുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന കാരണതലം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുവാനായിട്ടോ അല്ലെങ്കിൽ നിർവികൽപ സമാധിയിലായിട്ടോ ഇരിക്കുന്ന തലമാണ് ഈ കോസൽ പ്ലെയിൻ എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ജ്ഞാനോദയത്തിന്റെ യാത്രയിലൂടെ പോകുന്ന സമയത്ത്, ആത്മീയ വളർച്ചയുടെ ഉന്നതിയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നാം പോകുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ ഈ തലങ്ങളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ മരണശേഷം ഒരു ആത്മാവ് സൽക്കർമ്മിയായിട്ടുള്ള വ്യക്തിയുടേതാണെങ്കിൽ എങ്ങനെയാണ് ഈ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ സൽക്കർമ്മത്തിൽ ഉന്നതിയിലെത്തിയ വ്യക്തി അല്ലെങ്കിൽ അത്രയും സ്പിരിച്വൽ എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആത്മീയപാതയിൽ തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അയാൾക്ക് ജ്ഞാനോദയം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ളവരാണ് ത്വരിതഗതിയിൽ ഈ പറയുന്ന കോസൽ അല്ലെങ്കിൽ കാരണതലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കാരണതലത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതിന് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ആവശ്യമുള്ളത് ഒറ്റ കാര്യമാണ്: ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ്. ഇതില്ലാത്തൊരു വ്യക്തിക്ക് ആത്മീയയാത്രയിലൂടെ പോവുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ക്ഷമ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സ്ലോ ആയിട്ട് ശാന്തമായിട്ട് അടുത്ത പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാരണതലം അല്ലെങ്കിൽ കോസൽ തലം ഹൈലി പവർഫുൾ ആണ്. ബിക്കോസ് ഡിവൈൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ശക്തി, സൃഷ്ടാവ് എന്ന് പറയുന്ന ശക്തി, ആ ഒരു ശക്തിയുടെ ഏറ്റവും അടുത്തുള്ള ഓറിക് ഏരിയ പോലുള്ള ഒരു അവസ്ഥയാണത്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസിലൂടെ പറയുന്നത്. അപ്പൊ അത് അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് മനസ്സിൽ വെക്കരുത്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഒക്കെ വേണം മനസ്സിലാക്കാനായിട്ട്. ചിലപ്പോൾ പലതവണ കേട്ട് ചിന്തയിൽ അല്ലെങ്കിൽ അതിനെ പ്രതി ധ്യാനിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അപ്പൊ ഈ കാര്യങ്ങളിൽ ഈ പറയുന്ന കാരണതലം ദൈവികമായിട്ടുള്ള ആ ഒരു അവസ്ഥയുടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന തലമാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്നതായിട്ടുള്ള ഒരു തലമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും, പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലൂടെ നോക്കുന്ന സമയത്ത് ദ മോസ്റ്റ് ഹയർ ആയിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ കാരണതലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ ഏറ്റവും ഹൈ ആയിട്ടുള്ള തലമാണെന്ന്. അപ്പം കാര്യകാരണങ്ങൾ ഇവിടെയാണുള്ളത്. അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഞാൻ പറഞ്ഞത് ആത്മാക്കൾ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്.
ഗർഭാവസ്ഥ രൂപപ്പെടുന്ന സ്ഥലമാണ്. പുതിയ ആത്മാക്കളും മുൻപ് സമാധിയിലേക്ക് നിർവികൽപ്പ സമാധിയിലായിരിക്കുന്നതായിട്ടുള്ള ആത്മാക്കളും ഒക്കെ തിരിച്ചു വരുന്നതായിട്ട് റീബർത്ത് അല്ലെങ്കിൽ റീഇൻകാർണേഷൻ ഒക്കെ എടുക്കുന്നതൊക്കെ ദിസ് ഈസ് ദ ഒറിജിൻ പോയിന്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ഈ തലത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ കോസൽ തലം, ആ പേര് പറയുന്നുണ്ട്, കോസൽ എന്ന് പറഞ്ഞാൽ കാര്യകാരണ തലം എന്നാണ്. കാര്യകാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിന്റെ തൊട്ട് താഴെ വരുന്നതായിട്ടുള്ള, ഇപ്പൊ നമ്മൾ മുകളിലെത്തി, ആ മുകളിൽ നിന്ന് നമുക്കിനി താഴേക്ക് വന്ന് നോക്കാം. താഴെ വരുന്നത് ഏത് തലമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മെന്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മാനസിക തലമാണ് എന്നുള്ളത്. സോ ഇവിടെ കോസ് ഉണ്ട്, അതിന്റെ എഫക്ട്സ് നമുക്ക് മാനസിക തലത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന മാനസിക തലത്തിൽ അല്ലെങ്കിൽ മെന്റൽ പ്ലെയിനിൽ നമുക്ക് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ജ്യോതിഷ തലം അല്ലെങ്കിൽ അസ്ട്രൽ തലത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, സഫറിങ്സ്, റീഇൻകാർണേഷൻ, അങ്ങനെ എല്ലാവിധ എലമെന്റ്സും, അതായത് ഫിസിക്കാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഡയമെൻഷന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇങ്ങനെ പറയുന്നതിന്റെ രഹസ്യം. അസ് എബോവ് സോ ബിലോ, അതായത് മുകളിലുള്ളതുപോലെ തന്നെ താഴെയും എന്നുള്ളത്. അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നത് എന്തും സ്വർഗത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹയർ ഡയമെൻഷൻസിൽ ഭൂമിയിലെ കർമ്മത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനനുസരിച്ച് കാർമിക് ഇംപ്രഷൻസ് നിങ്ങളുടെ കാരണ ശരീരത്തിലൂടെ നിങ്ങളുടെ ആയിട്ടുള്ള കർമ്മം കോസൽ പ്ലെയിനിൽ എഴുതപ്പെട്ടു വെക്കുകയാണ്. സോ ഓൾ ദീസ് ആർ കണക്റ്റഡ് ആൻഡ് ലൈക്ക് എ നെറ്റ്വർക്ക്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ചിന്തയും കൂടെ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം നോക്കുക. ഈ പറയുന്ന കാരണതലത്തിൽ ഭൂമിയിൽ ചെയ്യുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങളുടെ ഇംപ്രഷൻസും അവിടെ സ്റ്റോർഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇംപ്രഷൻസ് അവിടെ സ്റ്റോർ ആകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള മാനത്തിൽ നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ആത്മീയ തലങ്ങളിൽ നമ്മളെ പ്രതി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ദിസ് ഈസ് ലൈക്ക് എ മെഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കാണേണ്ട ദൈവമോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള അവസ്ഥയൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ദൈവത്തിനെ അങ്ങോട്ട് ചെന്ന് കാണണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും പ്രധാനപ്പെട്ട ആളുകൾ നമ്മളെ വന്നിട്ടല്ല സാധാരണ കാണാറുള്ളത്. നമ്മളെക്കാളും പ്രധാനപ്പെട്ട ശക്തികളെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക മാനവും കഴിഞ്ഞ് അസ്ട്രൽ മാനവും കഴിഞ്ഞ് മെന്റൽ പ്ലെയിനും കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ള കോസൽ തലത്തിലെത്തി അവിടെ നിന്ന് നമ്മൾ ഈ പരബ്രഹ്മത്തിനെ ദർശിക്കുകയാണ് അല്ലെങ്കിൽ പരബ്രഹ്മവുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. നമ്മൾ അവിടെ സമാധിയിലേക്ക്, സുഷുപ്തിയിലേക്ക്, നിർവികൽപ്പ സമാധിയിലേക്ക്, അതായത് സമാധി എന്ന് പറയുന്ന സമയത്ത് സമാധാനത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥയാണ്. ഹാപ്പിനെസിന്റെ, ബ്ലസ്ഡ് ആയിട്ടുള്ള അവസ്ഥയുടെ, ബ്ലിസ്ഫുൾനെസിന്റെ ഒക്കെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അത് അവിടെ ശാരീരികമായിട്ടോ വ്യക്തിപരമായിട്ടോ അല്ല അനുഭവിക്കുന്നത് എന്നുള്ളത് മാത്രം. കാരണം ഈ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ, ടൈം, സ്പേസ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയുടെ ബൈ പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ ധാരണയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന ഡയമെൻഷൻസിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇൻ ദ ഹയർ ഡയമെൻഷൻസിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വില കുറഞ്ഞ് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഓൺലി ദ കർമ്മ റിമെയിൻസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ തലത്തിന്റെ ഒരു പ്രത്യേകത. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു തലത്തിലും റിഫ്ലക്റ്റ് ആകുന്നു. അതുകൊണ്ടാണ് ഒരുപാട് എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ദിസ് ഈസ് ലൈക്ക് എ നെറ്റ്വർക്ക്. നിങ്ങളുടെ ചെറിയ പാപങ്ങൾ എൻറ്റയർ നെറ്റ്വർക്കിനെ ബാധിക്കുമെന്നുള്ളതാണ്. വേറൊരു മനുഷ്യനെ അകാരണമായിട്ട് വേദനിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത്, പ്രകൃതിക്കെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത്, സഹജീവികൾക്കെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത്, അസൂയപ്പെടുന്ന സമയത്ത്, നമ്മുടേതായിട്ട് നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത്, ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സഫറിങ്സ് എൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പല നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് സഫറിങ് എൻഡ് ചെയ്യുകയല്ല, അവിടെ സഫറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ ഉടനീളം സ്വാംശീകരിച്ചിട്ടുള്ള അനുഭവങ്ങൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ, ഗുണങ്ങൾ, ആത്മീയ അഭിലാഷങ്ങൾ, ഇതിന്റെ എല്ലാം എസൻസ് കാരണതലത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു ഇവിടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഇല്ല, പകരം എല്ലാത്തിൻ്റെയും എസൻസ് ആണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ എസൻസ് ആണ്.
അവിടെ രൂപങ്ങളില്ല, മൂർത്ത രൂപങ്ങളില്ല. അതിനു പകരം അബ്സ്ട്രാക്ട് രൂപങ്ങളെല്ലാം അടങ്ങുന്നതായിട്ടുള്ള തലമാണ് മെന്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെന്റൽ പ്ലെയിനിലെ ആ അബ്സ്ട്രാക്ട് കൺസെപ്റ്റിന്റെയും ഏറ്റവും സബ്റ്റിലായിട്ടുള്ള എസൻസ് ആണ് നിങ്ങൾക്ക് കോസൽ പ്ലെയിനിൽ അല്ലെങ്കിൽ കാരണതലത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. മുൻകാല അനുഭവങ്ങളുടെ വിത്തുകൾ, സംസ്കാരങ്ങൾ, കാർമിക് ഇംപ്രഷൻസ് അല്ലെങ്കിൽ കർമ്മ പാറ്റേൺസ് ഇതെല്ലാം സ്റ്റോർ ആകുന്നത് ഈ കാരണ അല്ലെങ്കിൽ കോസൽ പ്ലെയിനിലാണ്. ഈ തലത്തിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ ആത്മാവിന് ഉൾക്കാഴ്ച ലഭിക്കുന്നത്. കാരണം ഈ തലത്തിൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഒന്നാണ്. അപ്പോൾ ആത്മാവിന് ഇൻസൈറ്റ് ലഭിക്കുകയാണ്. എൻ്റെ പാസ്റ്റ് ലൈഫുകൾ ഏതൊക്കെയായിരുന്നു, ഞാൻ എത്ര ജന്മങ്ങളിലൂടെയാണ് കടന്നു വന്നത്, ഇത്തരത്തിലൊക്കെയുള്ള ഉയർന്ന രീതിയിലുള്ള ഒരു ചിന്തയുടെ എസൻസിന്റെ അവസ്ഥയാണ് കാരണതലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്പം കോംപ്ലിക്കേറ്റഡും ഹൈലി അബ്സ്ട്രാക്റ്റുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ഇത് ഇപ്പോൾ കേട്ട് കഴിയുന്ന സമയത്ത് പിന്നീട് നിങ്ങളുടെ മനസ്സ് ഇതിനെ ക്യാച്ച് ചെയ്യും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തന്നെ പറയുകയാണ്. ഇവിടെ വെച്ച് ആത്മാവ് മുൻ അനുഭവങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുകയും ഉൾക്കാഴ്ച നേടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാവി അവതാരങ്ങൾക്കായിട്ട് ആത്മാവ് തയ്യാറെടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കാരണതലം. എണ്ണമറ്റ ജീവിതകാലങ്ങളിലൂടെയുള്ള ആത്മാവിന്റെ മുഴുവൻ യാത്രകളും ഉൾക്കൊള്ളുകയും ഭാവി അവതാരങ്ങൾക്കായിട്ട് ആത്മാവ് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു തലമാണിത്. ദൈവീക ജ്വാല അല്ലെങ്കിൽ ഡിവൈൻ സ്പാർക്ക് ഉൾപ്പെടെയുള്ള ഉയർന്ന തരത്തിലുള്ള ആത്മീയ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന കോസൽ പ്ലെയിനിലാണ്. ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവവും ലക്ഷ്യവും കോസൽ പ്ലെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. കർമ്മം, വിധി, നിയമങ്ങൾ, ഇൻസൈറ്റ്സ് അബൌട്ട് കോസ് ആൻഡ് എഫക്റ്റ് ഇതെല്ലാം ആയിരിക്കുന്നത് ഈ പറയുന്ന കാരണതലത്തിലാണ്. ഇവിടെ വെച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ ആഴത്തിലുള്ള സ്വാധീനവും വളർച്ചയും വീണ്ടെടുപ്പിനുള്ള അവസരങ്ങളും ഒക്കെ ആത്മാവിന് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കുന്നു. കാരണ ശരീരമാണ് സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കാരണതലമാണ് മറ്റ് തലങ്ങൾക്ക് ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത്. സൃഷ്ടിയുടെ ഒറിജിൻ ആണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇവിടെ ചിലപ്പോൾ ഞാൻ ആത്മാവ് മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവ് സ്വാംശീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ആത്മാവിനോട് കൂടെ ഈ പറയുന്ന കാരണതലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം അതീന്ദ്രിയമായിട്ടുള്ള ബ്രഹ്മത്തെ തേടി ആനന്ദമയ കോശത്തിനും അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന കാരണതലം എന്ന് പറയുന്നത്. ബുദ്ധി നിഷ്ക്രിയമാവുകയും സമയത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആശയങ്ങളും ഇവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നു. കാരണ ശരീരവും കാരണതലവും കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് അവിദ്യ എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇഗ്നറൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഇത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ. അല്ലാതെ അവിടെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന അറിവില്ലായ്ക എന്നുള്ള അർത്ഥത്തിലല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ബുദ്ധിക്ക് അപ്പുറത്ത് പിന്നെ വിദ്യ എന്ന് പറയുന്നതിന് റോൾ ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഈ കാരണതലം മെന്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മാനസിക തലത്തിനും അപ്പുറത്താണ്. സ്വാമി ശിവാനന്ദയുടെ ചിന്തയിൽ അവർണ്ണനീയമായിട്ടുള്ള തുടക്കമില്ലാത്ത അജ്ഞതയാണ് കാരണതലം എന്ന് പറയുന്നത്. ശൂന്യത, അജ്ഞത, അന്ധകാരം, ഞാൻ എന്നുള്ള അവസ്ഥയിൽ ഇനി പിടിച്ചു നിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത തലം. ഈഗോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആയി പോയിട്ടുണ്ട്. കാരണം അസ്ട്രൽ പ്ലെയിനിൽ ഈഗോ ഉണ്ട്. അതിനുശേഷമായിട്ട് വരുന്ന മെന്റൽ പ്ലെയിനിൽ മാനസിക തലത്തിൽ ഈഗോ കുറഞ്ഞു വരിക. കാരണം അവിടെ പ്യുവർ ആയിട്ടുള്ള ബീയിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള അസ്തിത്വത്തിന്റെ സമുദ്രത്തിനപ്പുറത്തുള്ള ഈ പറയുന്ന അവസ്ഥയിൽ ഈഗോ ഫുള്ളി കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആണ്. പ്രകാശത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഈ ലോകം സ്വർഗീയ പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. അസ്തിത്വത്തിന്റെ അടിത്തറയും ദർശനങ്ങളുടെ ഉറവിടവുമാണ്. ഗർഭധാരണത്തിന്റെ പോയിന്റും സൃഷ്ടിയുടെ അഗ്രവുമാണ്. ലോർഡ് പരമശിവന്റെയും മഹാദേവന്മാരുടെയും പരിവാരങ്ങളുടെയും അതിവികസിതമായ മറ്റാത്മാക്കളുടെയും വാസസ്ഥലമാണ് കോസൽ പ്ലെയിൻ അല്ലെങ്കിൽ കാരണതലം എന്ന് വിശ്വസിച്ചു പോരുന്നു. അതിനാൽ പരമശിവനെ എവിടെ തിരയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഹിമാലയത്തിലല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക്, അതിൽ സൃഷ്ടിയുടെ ഉന്നത തലങ്ങളുടെ ഹിമാലയത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പരമശിവനെ ദർശിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ധ്യാനത്തിലൂടെയും ചക്ര ആക്ടിവിറ്റീസിലൂടെയും ഈ തലത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന തെളിഞ്ഞ വെളിച്ചത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആക്സസ് ലഭിക്കണമെങ്കിൽ
വിശുദ്ധ ചക്ര, ആജ്ഞചക്ര, സഹസ്രാര ചക്ര, അതായത് മേൽത്തട്ടിലുള്ള ചക്രങ്ങൾ വഴിയാണ് നമുക്കിവിടേക്ക് ആക്സസ് ലഭിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മകളും കാർമിക് പാറ്റേൺസും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു തലത്തിൽ നിന്ന് ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ആക്സസ് ചെയ്യുവാനായിട്ട് സാധിക്കും. കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചുള്ള ഉയർന്ന ധാരണയുള്ള ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിംബോളിക് പ്ലെയിൻ ആണ് കാരണതലം എന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ടന്റിന് നിർവികൽപ രൂപമാണുള്ളത്, അതായത് രൂപത്തിന്റെ എസൻസ് മാത്രം. സബ്റ്റിൽ ബോഡിയുടെയും ഗ്രോസ് ബോഡിയുടെയും ഒക്കെ കമ്പോണൻസ് വിത്തിന്റെ രൂപത്തിൽ നമുക്ക് ഈ കോസൽ തലത്തിൽ ഉണ്ട് എന്ന് സിംബോളിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എനർജിയെയും മാറ്ററിനെയും നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ക്യാനോൺ ബി കൺവേർട്ടഡ് ടു അനദർ ഫോം എന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാരണതലം ഒരിക്കലും നാശമുള്ള ഒരു സംഗതിയല്ല. ഇതിന് തുടക്കമില്ല, ഒടുക്കമില്ല, അനന്തതയാണ് ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ കാരണ ശരീരത്തിന്റെ സ്വഭാവവും അതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങൾ അനന്തതയുടെ ആത്മാക്കളാണ്, അല്ലാതെ ലിമിറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് അല്ല എന്നുള്ളത്. കാലാതീതമായിട്ടുള്ള ആദിരൂപങ്ങളുടെയും ദൈവിക തത്വങ്ങളുടെയും ഒക്കെ ഒരു പ്രദേശമാണ് ഈ കോസൽ പ്ലെയിൻ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ക്രിയേഷൻ. ക്രിയേഷന് വേണ്ടിയിട്ടുള്ള അതിന്റെ ബ്ലൂ പ്രിന്റ് അടങ്ങിയിരിക്കുന്ന ഒരു തലം. താഴെ തലങ്ങളെ മറികടന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് അഗാധമായിട്ടുള്ള ജ്ഞാനവും പ്രബുദ്ധതയും ആർജിക്കുവാനായിട്ട് ഒരുവന് സാധിക്കുന്നു. സംശുദ്ധമായിട്ടുള്ള ബോധവും ദൈവിക ബോധവും ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനാൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ഫിസിക്കൽ പ്ലെയിനിലെ സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് കാരണതലത്തിൽ പോസിറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കാരണതലത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഭൗതിക ജീവിതം അത്ര കണ്ട് ഉയർന്നു പോകും എന്നുള്ള രഹസ്യവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്തേ.